നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും കോൺഗ്രസ് പരിഗണിക്കണമെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. ആർ ശങ്കറിന് ശേഷം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ പിന്നാക്ക സമുദായങ്ങൾക്ക് നൽകുന്നില്ല. ചില സമുദായങ്ങൾ ഇതെല്ലാം കുത്തക അവകാശമായി കാണുകയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശങ്കറിന് ശേഷം അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ചില സമുദായങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ തങ്ങളുടെ കുത്തക അവകാശം എന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിൽ പിന്നോക്ക സമുദായത്തിൽ ഏതാണ്ട് ഇന്നുള്ളവരിൽ വെച്ച് നേതൃസ്ഥാനത്തിന് അർഹരായിട്ടുള്ളവരാണ് ഈ അടൂർ പ്രകാശും അതുപോലെ ശ്രീ സുധാകരനും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ തന്നെ. അതുകൊണ്ട് മുഖ്യധാരയിലേക്ക് നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ സർവ്വതാ അർഹരായിരിക്കുന്ന അവരെ കൂടി പരിഗണിക്കണം. കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരത്ത് ചേരുകയാണ്. മേഘന, ശിവഗിരി മഠം അതിൻ്റെ മേധാവിയാണ്, അധിപതിയാണ് ഈ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയത്. രാഷ്ട്രീയമായൊക്കെ അതിനെ ആ രീതിയിലൊക്കെ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും. എന്താണ്, ഏത് ഘട്ടത്തിലാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ മൂന്ന് നേതാക്കൾ അടൂർ പ്രകാശ്, കെ സുധാകരൻ, ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഈ മൂന്ന് പേർക്കും ഒരു പരിഗണന വേണം, കോൺഗ്രസ് അവരെ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ഈ പിന്നാക്ക സമുദായങ്ങൾക്ക് ജയിക്കുന്ന മണ്ഡലങ്ങൾ നൽകണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അടുത്ത തവണ ആരായിരിക്കും ഭരണത്തിൽ വരിക എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരം പ്രതികരണം? മേഘനയുടെ ഓഡിയോയിൽ പ്രശ്നങ്ങൾ തോന്നുന്നു, എനിക്കിങ്ങോട്ട് കേൾക്കുന്നില്ല. മേഘന അല്പസമയത്തിനകം വീണ്ടും നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും ഈ ഘട്ടത്തിൽ ശിവഗിരി മഠാധിപതി നടത്തിയ പ്രതികരണം അത് ശ്രദ്ധേയമാണ്. മൂന്ന് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് കോൺഗ്രസ് ഇവരെ പരിഗണിക്കണം എന്ന് പറയുന്നത്. അതിൽ കെ സുധാകരനുണ്ട് എന്ന് ശ്രദ്ധേയം, അടൂർ പ്രകാശ് ഉണ്ടൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ മൂന്ന് പേർക്കും അർഹമായ പരിഗണന കോൺഗ്രസ് നൽകണമെന്ന് പറയുന്നു. ഒപ്പം പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നു. അതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രതികരണമായി വിലയിരുത്തേണ്ടതുണ്ട്. മേഘന മുരളി തുടരുന്നു. മേഘന, പറയും. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് ശിവഗിരി മഠത്തിനോ മഠാധിപതിക്കോ ഇല്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വിമർശനവുമായും കോൺഗ്രസിനെതിരെ ഒരു വിമർശനം, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ മുന്നോട്ട് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ കൂടുതലും കോൺഗ്രസ് പരിഗണിക്കുന്നില്ല. തോൽക്കുന്ന സീറ്റുകളിൽ മാത്രമാണ് ഈ പരിഗണന ഉണ്ടാകുന്നത്. അത് പോരാ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വർക്കലയിൽ ശിവഗിരി മഠത്തിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയിരുന്നു. ആ നിവേദനം പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത് എന്നുള്ളതാണ് ശിവഗിരി മഠാധിപതി പറയുന്നത്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത് ആർ ശങ്കർ മുതൽ ഇങ്ങോട്ടുള്ള വിഭാഗക്കാരായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടി നിർമ്മിച്ചെടുത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം വേണം. അത് ആർ ശങ്കറിന് ശേഷം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇടവ വിഭാഗങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള കെ സുധാകരൻ അടക്കമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും അടൂർ പ്രകാശും അടക്കമുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം വേണം. അവർ നേതൃനിരയിലേക്ക് വരാൻ യോഗ്യതയുള്ളവർ എന്നുള്ളതാണ് ശിവഗിരി മഠത്തിന്റെ പ്രതികരണമായി വരുന്നത്. അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നതും കെ സുധാകരനും അടൂർ പ്രകാശും അടക്കമുള്ളവർ ഒരു സീറ്റ് ആവശ്യവും അതുപോലെ തന്നെ അവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യവുമായി ശിവഗിരി മഠം വരികയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും ശിവഗിരി മഠത്തിന്റെ ഈ അഭിപ്രായം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഉള്ളിലും ഒരു വിഭാഗീയതയും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും ആർ ശങ്കർ മുതലുള്ള ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ശിവഗിരി മഠാധിപതിയായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.